എക്സ്പോസിംഗ് ദ കോളേജ് മാഫിയാസ്. ഓണം, ക്രിസ്മസ്, കോളേജ് ടൂർ ഇങ്ങനെയുള്ള പരിപാടികളിലേക്ക് സജീവമായിട്ട് നിൽക്കുന്ന ഒരു ടീമിനെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇവന്മാർ നിങ്ങളോടോ നിങ്ങളെ കോളേജിനോട് ഇഷ്ടം കൊണ്ടല്ല നിൽക്കുന്നത്, നല്ല രീതിക്ക് ഫണ്ടറിഞ്ഞ് മാറ്റാന്നുള്ള ഉദ്ദേശത്തോട് മാത്രമാണ് നിൽക്കുന്നത്. ഇപ്പം ടൂറാണെങ്കിൽ തന്നെ അയവാറന്മാർക്ക് ആ ടൂറ് ഫ്രീ ആയിരിക്കും. ഈ ഒരു പൈസയൊക്കെ വാങ്ങിച്ചിട്ട് പൈസ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പയ്യനെ കൊണ്ടുപോകാൻ പോയിട്ട് ഇതിന്റെ കാര്യം അവർ പുറത്തു പോലും വിടാൻ പോകുന്നില്ല. ഇപ്പൊ ഓണം, ക്രിസ്മസ് അങ്ങനത്തെ പരിപാടിയൊക്കെ ആണെങ്കിൽ കമ്മീഷൻ മാത്രം ഒരു 10,000 രൂപ താങ്ങാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഊൺ എടുക്കുകയാണെങ്കിൽ 120 രൂപ ഊണാണെങ്കിൽ അവർ 150 രൂപ കയറ്റി പറയും. അപ്പോൾ ഒരാളെ ഊണിന്ന് 30 രൂപ ലാഭം. 800 പേരുള്ള കോളേജിലാണെങ്കിൽ എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. വലിയ DJ കൺസർട്ടുകൾ, വലിയ കോളേജ് പരിപാടികൾ. ഇപ്പൊ 8 ലക്ഷം രൂപയുടെ ഒരു പരിപാടിയാണ് ഇവന്മാർ ഒരു ഇവന്റ് മാനേജ്മെന്റിന് പിടിച്ചു കൊടുക്കുന്നതാണെങ്കിൽ മിനിമം ഒരു 60,000 രൂപ കമ്മീഷൻ അതിന്ന് മാത്രം കിട്ടും. കോളേജിലെ പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് ആ ഇവന്റിന് കൊടുക്കുക, ഈ ഇവന്റിന് കൊടുക്കുന്ന പല ടീമുകൾ അവർക്ക് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ടീമിന് കൊടുത്താൽ യുവമാർക്ക് കമ്മീഷൻ കിട്ടും, ആ ടീമിന് കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർക്ക് കമ്മീഷൻ കിട്ടും. പിന്നെ ആ ടീമുകൾ കമ്മീഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലെന്ന് പറയുന്നതെങ്കിൽ അത് മഹാത്തള്ളാണ്. കാരണം അവർക്ക് അടുത്ത പ്രാവശ്യം പരിപാടി കിട്ടണമെങ്കിൽ ഈ ഒരു കമ്മീഷൻ യുവമാരുടെ കയ്യിലോട്ട് എത്തണം. ഇത്ര പേര് പൈസ തരില്ല എന്നുള്ള രീതിക്ക് തന്നെയായിരിക്കും പിരിവിന്റെ എമൗണ്ട് ഇടുന്നത്. അപ്പൊ അതിന് മുകളിലോട്ട് എത്ര പിരിച്ചാലും അത് താങ്ങാൻ പറ്റും. പിന്നെ ഇതിനൊക്കെ കണക്കും കാലിലൊക്കെ ഉണ്ടെന്നൊക്കെ പറയും. ഒരു പരിപാടി ഇതാ, നിനക്കൊക്കെ എന്തുമാത്രം കണക്ക് വേണം, പിന്നെ എത്ര രൂപ കിട്ടുമെന്നൊക്കെ ഉള്ളത് താങ്ങാൻ വേണ്ടി എത്ര പേരുള്ളതനുസരിച്ചിരിക്കും. 15 പേരുള്ള താങ്ങുന്ന ഒരു ഗ്രൂപ്പാണെങ്കിൽ അതിൽ 5 പേർക്ക് കറക്റ്റ് എത്ര കിട്ടുമെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാം, അവർക്ക് കറക്റ്റ് കിട്ടും. ബാക്കി 5 പേർക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ എന്തെങ്കിലും നക്കാപ്പിച്ചായിരിക്കും ഇവന്മാർ കൊടുക്കുന്നത്. പിന്നെ ഒരു 5 പേരുണ്ട്, അവന്മാർക്ക് എല്ലാം അറിയാമെന്ന് വിചാരിക്കും. പക്ഷേ ഈ പൈസ പോകുന്നവരെ കാട്ടി മണ്ടന്മാരാണ് അവന്മാർക്ക് എന്തെങ്കിലും ലോക്കൽ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് അവന്മാർ നല്ല രീതിക്ക് അങ്ങ് തേച്ചങ്ങ് ഒട്ടിക്കും. അങ്ങനെ തുടങ്ങിയ കളിയിൽ ആരൊക്കെ ഇടയിൽ ചതിച്ചു, ഇവിടെ പ്രതീക്ഷിക്കണം. സെയിം ടീം തന്നെ പാർട്ടി പ്രവർത്തനം, അമ്പല കമ്മിറ്റി, ഗവൺമെന്റ് ജോലി, അങ്ങനെ പല പല സ്ഥലങ്ങളിലോട്ട് കയറുകയും ഇപ്പൊ ശബരിമലയിൽ നടന്ന പോലെ തന്നെ സ്വർണ്ണപ്പാളികൾ താങ്ങുകയും പല ഫണ്ടുകളും അടിച്ചു മാറ്റി അവന്മാർ ലൈഫ് സെറ്റിലാക്കുന്നു. അപ്പോൾ ഇതുപോലെ പൈസ താങ്ങുന്നവന്മാരെയൊന്നും ഈ വീഡിയോയിൽ മെൻഷനൊന്നും അടിച്ചു വെച്ച് അപമാനിക്കാനൊന്നും നിൽക്കരുത്. പൈസ താങ്ങുന്നവർത്തനാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ നോക്കുക. പൈസ പോകുന്നവർത്തനാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ നോക്കുക. ഞാനിതൊക്കെ എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നല്ല അന്തസ്സായിട്ട് കള്ളത്തരം നടത്തി ജീവിക്കുന്നവനാണ്. എന്റെ കൂടെ ഏർപ്പാട് നടത്തുന്നവർക്കും അതേ അന്തസ് വേണമെന്ന് എനിക്ക് നിർബന്ധമാണ്. ലൈഫിലെ അടുത്തൊരു പാർട്ട് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.